ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൂപ്പാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടാലോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിൻ്റെ കോളേജിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. പിന്നെ നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ വൈജയന്തിയും തമ്മിലൊന്ന് ഏറ്റുമുട്ടുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നോക്കാം, നമ്മുടെ നാളെ വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കേൾക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് അടിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കണേ. അതോടൊപ്പം നമ്മുടെ സ്റ്റാർ ബട്ടണായ ഹൈപ്പും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് തീരെ വരാറില്ല. ഒരു സമയത്ത് വരുമായിരുന്നു, ഇപ്പോൾ ഒന്നും തന്നെ വരാറില്ല. അത് പറ്റൂല കേട്ടോ. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയുന്നതിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടായികയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എഴച്ച് നീട്ടുന്നോ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ അലീന പനിയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ഉഷാറായിട്ടൊക്കെ ഒന്ന് വരേണ്. അപ്പം തൻ്റെ കൂടപ്പിറപ്പുകളുടെ പരിചരണം കാരണം അലീനയ്ക്ക് പെട്ടെന്ന് സുഖം പ്രാപിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും അലീനയ്ക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് വല്ലായ്മ, ഒരു വൈറൽ പനി പോലെയാണ് അലീനയ്ക്ക് വന്നത്. അങ്ങനെ 1-2 ദിവസത്തിന് ശേഷം അലീന കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് രോഹിത്തിൻ്റെ കോളേജിൽ പോയി പ്രിൻസിപ്പളുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അച്ഛൻ സംസാരിക്കണം. കാരണം രോഹിത്തിൻ്റെ ഒരു വർഷം വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവനൊരു ആൺകുട്ടിയാണ്. അവൻ്റെ ലൈഫ് ഒരു നിമിഷം പോലും പാഴാക്കി കളയാനുള്ളതല്ല. അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ കോളേജിൽ പോയിക്കായിരുന്നു. അങ്ങനെ കോളേജിൽ പോയി നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ രോഹിത് എൻ്റെ ഫാദറാണ്, അപ്പോൾ മോന് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങളോട് പറയുന്നതിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മകൻ ഈ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ബാക്കി കുട്ടികളുടെ ഭാവി അത് ബാധിക്കും. ഞങ്ങളുടെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ മോശമായി മാറും എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ ഡയലോഗ്. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ അങ്ങ് വല്ലാണ്ടായിപ്പോയി. അപ്പോൾ ബാലചന്ദ്രൻ കാര്യം പറഞ്ഞു, സാർ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ മകൻ നിരപരാധിയാണ്. ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടി അത് കോടതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തിയതുമാണ്. എൻ്റെ മകന് ജാമ്യം കിട്ടി, അവൻ അതിൽ പെട്ടുപോയതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ ആ പ്രിൻസിപ്പലിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. പക്ഷേ അയാൾ ഒരു രീതിയിലും അടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ രോഹിത്തിനെ പോലെയുള്ള ഒരു കുട്ടി കോളേജിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബാക്കി കുട്ടികളും കൂടെ ചിലപ്പോൾ TC വരെ വാങ്ങി പോകാൻ സാധ്യതയുണ്ട്. പാരൻസിന് അതൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു രോഹിത്തിൻ്റെ. പക്ഷേ ബാലചന്ദ്രൻ പറഞ്ഞു, സാർ ഒരു കാര്യം മനസ്സിലാക്കണം, തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് എൻ്റെ മകൻ. അവൻ ആ നിരപരാധിയായി പുറത്തു വന്നപ്പോൾ അവനെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റുക എന്നുള്ളത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ അതുപോലെയല്ലേ അവനെ പഠിപ്പിക്കുന്ന അധ്യാപകരും ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ലേ വേണ്ടത്? ഇപ്പോൾ തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, നിങ്ങളുടെ കോളേജിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ളത്. പക്ഷെ നിരപരാധിയായ എൻ്റെ മകൻ അവൻ്റെ എഡ്യൂക്കേഷൻ നിങ്ങൾ വേണ്ടാന്ന് അല്ലെങ്കിൽ തള്ളിക്കളയുന്നത് അതൊരു ഇതായിട്ടുള്ള കാര്യമല്ലേ സാർ എന്നൊക്കെ ബാലചന്ദ്രൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷേ അയാൾ അമ്പിനും വില്ലിനും ഒന്നും അടുക്കുന്നില്ല കേട്ടോ. അയാൾക്ക് പറ്റില്ല. കാരണം രോഹിത്തിനെ ഒരു കാരണവശാലും ഇവിടെ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ പറയണം. അപ്പം പിന്നെ ബാലചന്ദ്രന് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും വരെയാണ്. ആയിക്കോട്ടെ, സാറിൻ്റെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ ഭാവിയൊന്നും എൻ്റെ മകൻ കാരണം നഷ്ടപ്പെട്ടു പോകണ്ട. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് എൻ്റെ മകനെ കൈ വെടിഞ്ഞ് കളയാൻ പറ്റില്ലല്ലോ. ഇതല്ലെങ്കിൽ വേറൊരു കോളേജ് ഞാൻ അവന് അതിൻ്റേതായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഞാൻ കൊടുക്കും. ആയിക്കോട്ടെ സാറേ, വന്നതിലും സാറ് സംസാരിച്ചതിലും ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി അവിടെ നിറങ്ങുകയാണ്. അപ്പം അലീനയെ പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ അലീനയാണ്. അതായത് അലീന ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ കടന്നു വരുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ കടന്നു വരുന്ന ആ സമയത്ത് അലീന ഓടി ചെല്ലുകയാണ്. കാരണം എന്ന് വെച്ചാൽ രോഹിത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടി പോയതാണല്ലോ. അപ്പോൾ അതെന്തായി എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണം അലീന ഓടി ചെല്ലുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, മോളെ പോയ കാര്യങ്ങളൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞു. അയ്യോ അതെന്താ വെച്ചാൽ? അപ്പം ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയ്യോ ഒരു കാര്യം ചെയ്യാം, ഞാൻ
ഞാൻ പോയി ഒന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ബെസ്റ്റ്, നീ പോയി കണ്ടെന്ന് പറഞ്ഞു. ഒരു മാറ്റവും അയാൾക്ക് വരാനൊന്നുമില്ല. അങ്ങനത്തെ ഒരു കടുംപിടുത്തക്കാരന് നമ്മുടെ രോഹിത് കാരണം ഇനിയിപ്പോൾ അവരെ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ പോകും, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ TC മേടിച്ച് പോകുന്ന അവസ്ഥ, അതൊന്നും വേണ്ട. അവനിതല്ലെങ്കിൽ മറ്റൊരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാം, ഒരു വർഷം പോകും എന്നല്ലേ ഉള്ളൂ മോളെ എന്ന് പറയാം. പക്ഷെ അലീനയ്ക്ക് അത് വല്ലാത്ത സങ്കടമായിട്ട്. കാരണം എന്ന് വെച്ചാൽ രോഹിത്തിനെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റിയിട്ട് അവനെ നല്ലൊരു രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അലീന ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനേക്കാളേറെ ബാലചന്ദ്രനും. പക്ഷെ അവൻ ആ രീതിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റാതെ വരും എന്നതോർത്തിട്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ അതിനുശേഷം റൂമിലോട്ട് കയറി പോകണം കേട്ടോ. ഈ സമയം ഇവർ തമ്മിൽ, അതായത് അലീനയും ബാലചന്ദ്രനും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ രോഹിത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രോഹിത്തിനെ അത് മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചു. കാരണം താൻ കാരണം തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ വന്നത്. തൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാനും ഇതിനെല്ലാം കാരണം ഒരു പക്ഷേ താൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് താൻ വിഷമിച്ചിട്ട് കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്നാലും സങ്കടത്തോടു കൂടി തന്നെ രോഹിത്ത് മേളിൽ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ അലീന മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, ഇല്ല, ആ പ്രിൻസിപ്പലിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കണം. എന്നിട്ട് അലീന നേരെ നമ്മുടെ രോഹിത്തിൻ്റെ റൂമിലോട്ട് കടന്നു പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അലീന കാണുന്ന രംഗം നമ്മുടെ രോഹിത്ത് ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അലീന ചെന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയടാ മോനെ, നീ എന്ത് മുഖമൊക്കെ വാടിയിരിക്കണേ? ഒന്നുമില്ല, എനിക്ക് ഇനി തുടർന്ന് പഠിക്കാൻ പറ്റില്ല അല്ലേ അലീന ചേച്ചി? അത് സാരമില്ല, എനിക്കല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഒരു കോൺഫിഡൻറ്റും ഇല്ല, ക്ലാസ്സിൽ പോകാനോ കോളേജിൽ പോകാനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ഫേസ് ചെയ്യാനോ ഒന്നും എനിക്ക് അത്ര ഒരു ഇതായിട്ടില്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു. അലീന അതിനെ കണ്ടിന്യൂ ചെയ്ത് പറയാനായിട്ട് രോഹിത്തിനെ അനുവദിച്ചില്ല. കാരണം നെഗറ്റീവാണ് മൊത്തം രോഹിത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ട കാര്യമില്ല, തല നിവർത്തി നീ നിൽക്കണം. നീ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നമ്മൾ എന്തിനാണ് സമൂഹത്തിൽ പേടിക്കേണ്ട കാര്യം? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പോൾ ഈ കോളേജിൽ പ്രിൻസിപ്പലിനെ ഞാനൊന്ന് പോയി കണ്ടു നോക്കാം, അയാൾ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കോളേജിൽ വിദ്യാഭ്യാസം നമ്മൾ നോക്കും. അതിൽ നീ ടെൻഷനൊന്നും ആവണ്ട മോളെ. ഇല്ല അലീന ചേച്ചി, എനിക്ക് ഇനി പഠിക്കണമെന്നൊന്നും താല്പര്യമില്ല. ആഹാ, പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? നീ ഈ വീട്ടിനകത്ത് ചടഞ്ഞു കൂടി ഇരിക്കാൻ പോവാണോ? മിണ്ടാതിരുന്നോണം കേട്ടോ. അതൊക്കെ വലിയവർ മുതിർന്ന ഞങ്ങൾ തീരുമാനിച്ച ഓരോ കാര്യങ്ങൾ ചെയ്തോളാം, മോൻ അതുപോലെ അങ്ങ് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അലീന രോഹിത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മനസ്സിനൊരു കോൺഫിഡൻ്റൊക്കെ കൊടുത്ത് ജീവിതത്തിലോട്ട് പിന്നെയും തല ഉയർത്തി നടക്കാനുള്ള ആ ഒരു ഇത് കൊടുക്കുകയാണ്. അപ്പോൾ അലീനയ്ക്കും സത്യം പറഞ്ഞ ഉള്ളിൽ വല്ലാത്ത വിഷമമായിപ്പോയി. കാരണം ഇപ്പോൾ ബബിതയുടെ കൃഷ്ണമോളും ഒക്കെ ആയിട്ടുണ്ട്, സ്കൂളിൽ പോയി തുടങ്ങി, ബബിത കോളേജിൽ പോയി തുടങ്ങി, എക്സാമിനുള്ള പ്രിപ്പറേഷനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനെയും കൂടെ ഒന്ന് കടത്തി വിടുകയാണെങ്കിൽ 3 പേരുടെയും വിദ്യാഭ്യാസം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയേനെ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. നീ ഒരിക്കലും തളർന്നു പോകലേടാ മോനെ. കാരണം നീ ഒരാൾ തളർന്നു കഴിഞ്ഞാൽ നിനക്കറിയാലോ, ഇത്രയും മനോധൈര്യം തന്ന് നിന്നെ കൊണ്ടുവന്നതാണ്. ഇനി നീ പിന്നിലോട്ട് ചിന്തിക്കരുത്, നീ നിൻ്റെ മുന്നിലോട്ടുള്ള നേർവഴികൾ മാത്രം നീ ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കും മോനെ എന്ന് പറഞ്ഞ അലീന നല്ല രീതിക്ക് നമ്മുടെ രോഹിത്തിനെ കോൺഫിഡൻറ്റ് കൊടുത്ത് ഇതാക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ ഹോളിൽ വന്നിരുന്നിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വൈജയന്തി അതുവഴി പാസ് ചെയ്ത് റൂമിലോട്ട് എന്തോ പോവാണ് കേട്ടോ. അപ്പം പോണ സമയത്ത് ബാലചന്ദ്രനും ഒന്ന് വൈജയന്തിയെ നോക്കി, വൈജയന്തി നമ്മുടെ ബാലചന്ദ്രനെ നോക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് വൈജയന്തി അകത്ത് കയറി പോയപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അതെ ഒന്ന് നിൽക്കണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വൈജ ഒന്നും മിണ്ടാണ്ട് ജസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രൻ വൈജയന്തിയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ചില ചിട്ടാവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈജയന്തി ഒന്നും മിണ്ടിയില്ല, അങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ കാണുന്നുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി റൂമിലോട്ട് കൊണ്ടുവന്ന് തരിക, അതൊന്നും ഇവിടെ പറ്റില്ല. ഫുഡ് കഴിക്കണമെങ്കിൽ ഡൈനിങ് ടേബിളിൽ വരിക, ഉണ്ടാക്കുന്ന ആഹാരം തരും, അത് കഴിച്ചോളുക. അല്ലാണ്ട് ഫുഡ് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് തരിക, അതൊന്നും പറ്റില്ല. ആ ഒരു ചിട്ടാവട്ടങ്ങളൊക്കെ ഒന്ന് പാലിച്ച് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ വൈജയന്തി പതുക്കെ തിരിഞ്ഞിട്ട് ചോദിച്ചു, അതെ ഇതൊക്കെ പറയാൻ നിങ്ങൾ എൻ്റെ ആരാന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ആരാന്ന് നിനക്ക് അറിയില്ലേ
എന്ന് ചോദിക്കും. ഓ, ഭർത്താവെന്ന് പറയാനായിരിക്കും വന്നത്, പക്ഷേ ഞാൻ ഈ വീട്ടിലെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നിട്ട് അങ്ങനെ ഒരാളെ ഇവിടെ കണ്ടിട്ടില്ല എന്ന് വൈജയന്തിയും പറയും. കാരണം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയാൻ നമ്മുടെ വൈജ പണ്ടേ മിടിക്കുകയാണല്ലോ. അപ്പോഴേക്കും ബാലചന്ദ്രനും വിട്ടുകൊടുക്കുന്നില്ല. അതെ, അപ്പം വൈജയന്തി പറയും, എനിക്ക് ഇന്ന് വരെ നിങ്ങളൊരു ഭർത്താവായിട്ട് നീ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, എനിക്ക് നിങ്ങളോട് തർക്കിക്കാനോ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അതെ, ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ കുറേ ചിട്ടാവട്ടങ്ങളുണ്ട്, അത് പരിപാലിച്ച് പോകണം എന്നുള്ളതേ ഞാൻ പറഞ്ഞോളുന്നു. അതെ, നിങ്ങളുടെ ഔദാര്യത്തിൽ കഴിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു ഉദ്യോഗമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വേണ്ട സ്വത്തും പണവും ഒക്കെ എനിക്കുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു, ആണോ, അത് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു എന്ന് ബാലേന്ദ്രൻ പറയാണ്. അതെ, നിനക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയാമോ? മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അങ്ങനത്തെ ഒരു ഇതൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞു. ഒരു സ്ത്രീക്ക് മിനിമം ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയും നിനക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈജയന്തി ചോദിച്ചു, ഓ, ഈ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്കുള്ള ആളാണല്ലോ. ഞാൻ നിങ്ങളോട് തർക്കിക്കാനായിട്ടില്ല, എനിക്കതിനിട്ട് സമയവുമില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ എൻ്റെ ഭർത്താവായിട്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. അത് അംഗീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ക്വാളിറ്റിയൊക്കെ നിനക്കും ഉണ്ടാവണം, മനസ്സിലായില്ലേ? അല്ലാണ്ട് നിൻ്റെ ഒരു ഭർത്താവിനെ എങ്ങനെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകണം, എളിമ, അതൊക്കെ ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ടതാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ നിനക്കുണ്ടോയെന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി ഒന്നും നിനക്കില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ ഭാര്യയായിട്ട് കാണാമെന്ന് പറഞ്ഞു. നീ കുറേ നാൾ ഡൈവോഴ്സിന് വേണ്ടിയിട്ടൊക്കെ പല കളികളും കളിച്ചല്ലോ, ഇപ്പം എന്തേ അനക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. നിൻ്റെ മക്കൾ നിൻ്റെ കൂടെ വരുമെന്ന് കരുതിയല്ലേ വൈജയന്തി? പക്ഷെ അവിടെ നിനക്ക് തെറ്റിപ്പോയി. അപ്പോൾ വൈജയന്തി പറഞ്ഞു, അതെ, നിങ്ങളെൻ്റെ മക്കളെ ബബിതയും രോഹിത്തിനെ ഒക്കെ വളച്ചെടുത്ത് അലീനയും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സെറ്റ് ചെയ്തോ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ വൈജയന്തിനെ ഇതിനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ ആ ഒരു കോൺഫിഡൻറ്റിൽ തന്നെ ഇങ്ങനെ പറയുന്നു കേട്ടോ. ബാലചന്ദ്രനും വിട്ടുകൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ 10-22 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. ഇവിടെ എൻ്റെ വീട്, എൻ്റെ ചിട്ടാവട്ടങ്ങൾ, എൻ്റെ ശീലങ്ങൾ, അതനുസരിച്ച് പരിപാലിച്ച് പോകണം. നിൻ്റെ മക്കൾ കണ്ടല്ലോ, അവർക്ക് സ്നേഹം എന്താണ്, മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ ബഹുമാനിക്കണം, പെരുമാറണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് കാണാനുള്ള ഒരു മൈൻഡ്, അതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് നിനക്കറിയാവോ? അലീന വഴി. ആ ഒരു സ്നേഹം കിട്ടി, അവരത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ തിരിച്ചത് അലീനയ്ക്ക് കൊടുക്കുന്നത്. ഇത്രയും നാൾ അവർക്കത് ഞാനോ നീയോ കൊടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? മക്കൾക്ക് കൊടുക്കേണ്ട അറിവും സ്നേഹവും വിദ്യാഭ്യാസവും ഒക്കെ നമ്മൾ അറിഞ്ഞു കൊടുക്കണം. അതൊക്കെ കൊടുത്താലേ കുട്ടികൾ ആ രീതിയിലാവുള്ളൂ. ഇതെല്ലാം അലീനയുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടി, അതുകൊണ്ട് അലീനെ സ്നേഹിക്കുന്നത്. നീ അലീനയോട് വെറുപ്പും വിദ്വേഷം കാണിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ബാലചന്ദ്രൻ സംസാരിക്കുകയാണ്. വൈജയന്തി അതിന് തക്ക മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഝാൻസി റാണിയുടെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനൊന്നും കേൾക്കേണ്ട കാര്യം എനിക്കില്ല, ഞാൻ അതിനിട്ട് സമയവും എനിക്കില്ല എന്ന് പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സ്വന്തം മകനല്ലേ നിൻ്റെ രോഹിത്ത്, അവൻ ജയിലിൽ കിടന്നതിന് ശേഷം അവൻ ഈ വീട്ടിൽ വന്നു. അവൻ എന്തുമാത്രം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അവനെ അവശതായി ഒരാളെടുത്ത് പോലും മിണ്ടാണ്ടും ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. നീ അവനൊന്ന് തിരിഞ്ഞു നോക്കിയോ? അറ്റ്ലീസ്റ്റ് നീ അവൻ്റെ അപ്പം വൈജയന്തി പറഞ്ഞു, എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കാൻ പോലും കഴിവില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിന്നിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ചു പറഞ്ഞു, എടി, നീ അവനെ ശുശ്രൂഷിക്കണ്ട, നീ അവൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും 2 വാക്ക് അവനെ ഒന്ന് സമാധാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിന് കളങ്കപ്പെടാണ്ട് അവനെ ഉപദേശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നീ അവനോട് സംസാരിച്ചോ? നിനക്ക് അങ്ങനത്തെ ഒരു വികാരമൊന്നും ഉണ്ടാവില്ല. മക്കളോടോ ഭർത്താവിനോടോ കുടുംബത്തോടോ ഒന്നും തന്നെ നിനക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവത്തില്ല. കാരണം നിൻ്റെ സ്വഭാവ രീതി അങ്ങനെയുള്ളൊരു സ്വഭാവമാണ്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനും ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. വൈജയൻ വിട്ടുകൊടുത്തില്ല, എന്നാലും വൈജയൻ നല്ലപോലെ പറയുന്നുണ്ട്, നിങ്ങൾ അലീനെ തലയിൽ കയറ്റിക്കൊണ്ട് നടന്നോ, എൻ്റെ മക്കളെയും കൂട്ടുപിടിച്ച് കൈവശം കൊടുത്ത് അവളെ പരിധിയിലാക്കിയെടുത്തു, എനിക്കൊരു വിഷമമില്ല, നിങ്ങൾ ചെയ്തോന്നേ, നിങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോക്കോ, ഞാനിവിടെ ഒരു അധികപ്പറ്റാണല്ലോ, അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിട്ട് ബാലചന്ദ്രനും മറുപടി കൊടുത്തിട്ട് ബാലചന്ദ്രൻ പിന്നെ മേളിലോട്ട് പോകാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ വൈജയ്ക്കും അതേ ദേഷ്യം തന്നെയാണ്. വൈജയ്ക്കും ആകെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വൈജയും തിരിച്ച് ദേഷ്യപ്പെട്ട് റൂമിലോട്ട് കയറി ആ ഡോറൊക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയ്ക്ക് ഒരു ബുദ്ധിമുട്ട്, അതായത് താൻ പറഞ്ഞത് കുറഞ്ഞു പോയോ, ബാലചന്ദ്രൻ്റെ മുന്നിൽ താൻ തോറ്റുപോയോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാലചന്ദ്രന് കുറച്ചും കൂടെയൊക്കെ സംസാരിക്കണം,
എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാലചന്ദ്രൻ അതിലേക്കൊന്നും പോയില്ല. കാരണം പറഞ്ഞിട്ടും കാര്യമില്ലാത്തൊരു കേസാണ് വൈജ എന്ന് പറയുന്നത്. എങ്കിലും ബാലചന്ദ്രൻ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു. 10-22 വർഷത്തോളം തന്നോട് ഒരു വിനയമോ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള ഒരു പരിഗണനയോ ഒന്നും തരാത്ത ഒരു രീതിയിലായിരുന്നു വൈജയന്തിയുടെ ജീവിതം. പക്ഷേ ഇനി താൻ അത് അനുവദിച്ചു കൊടുക്കില്ല. അത് ഒരു തരം താൻ തീരുമാനിച്ച ഒരു കാര്യം തന്നെയാണ്. തൻ്റെ പരിധിയിൽ, തൻ്റെ അധീനതയിൽ ഇവിടെ കഴിയണമെങ്കിൽ തൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ച് തന്നെ വൈജയന്തി പോകണം. ഇല്ലെങ്കിൽ വൈജയന്തി പൊക്കോട്ടെ എന്നുള്ള രീതി തന്നെയാണ് ബാലചന്ദ്രനും നിൽക്കുന്നത്. കാരണം ഇനി വൈജയുടെ മുന്നിൽ അടിയറ വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നും ബാലചന്ദ്രനില്ല. പക്ഷേ വൈജയന്തിക്ക് ഇടിവെട്ടി കണക്കാണ്. എല്ലാ വശത്തു നിന്നും വൈജയന്തിക്ക് എല്ലാ ഭാഗത്തു നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ പോലും തനിക്ക് സപ്പോർട്ടായിട്ടോ സംസാരിക്കാനോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും മനസ്സ് തുറന്ന് പറയാനോ ഒന്നും തന്നെ ആരുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട്. എല്ലാവരും നമ്മുടെ ഈ ചാനലൊന്ന് വീഡിയോസൊക്കെ കേട്ട് ലൈക്ക് അടിക്കാൻ, ഹൈപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ ടുമാറോ എപ്പിസോഡിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു. അപ്പോൾ അതോടൊപ്പം നമ്മുടെ സാന്ത്വനം 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേൾക്കണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.